ആദ്യം മാടായിക്കാവിലമ്മയെ പറയാം. ആയിട്ടുള്ള രൗദ്രഭാവമാണ്. ശ്രീകോവിലിനെ ദ്വിതളം എന്ന് പറയും. കാരണം മാതൃക്കളുടെ കൂടെ അമ്മ ഇരിക്കണം. അമ്മ സെപ്പറേറ്റ് ആയിട്ടായിരിക്കുന്നത്. മറ്റേത് മാതൃക്കളുടെ ശ്രീകോവിലിനോട് ചേർന്നാ വരിക. കൊടുങ്ങല്ലൂരൊക്കെ അങ്ങനെയാണ്, മാതൃക്കളും ഇങ്ങനെ കാണാം. തിരുവനന്തപുരത്തിലും വളയനാട് ഒരേ ഇതിൽ കാണാം. ഇവിടെ അത് പറ്റില്ല. കാരണം ഈ അമ്മയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത്യുഗ്ര രൂപിണിയാണ്, ഒരു രക്ഷയില്ലാത്ത തന്ത്രം കാട്ടുമാടത്തേക്കാണ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്നും അസല് ഒന്നാന്തരം ചാത്തയം നടക്കുന്ന സ്ഥലമാണ്. കോലസ്വരൂപത്തിന്റെ പരദേവതയാണ്. ഞങ്ങളുടെ ദേവിയുടെ മൂലബിംബം. ഭയം തോന്നും. അകത്തൊക്കെ നോക്കി അത്യുഗ്ര രൂപിണിയായിട്ട് തൃശൂലം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ കറുത്ത കടിശർക്കരയില ശ്രീപത്മനാഭസ്വാമിയുടെ വിഗ്രഹവും മാടായിക്കാവിലമ്മയുടെ വിഗ്രഹവും കടിശർക്കരയില. അതിൽ അഭിഷേകമൊന്നുമില്ല, ഉള്ളിൽ ഇങ്ങനെ കാണാം. ഇത്ര രൗദ്രതയുള്ള 3 വിഗ്രഹങ്ങൾ കേരളത്തിൽ കാണാൻ കിട്ടില്ല. അതായത് കാളി എന്താണെന്നുള്ളതിന്റെ ഒരു % ഐഡിയ നമുക്ക് കിട്ടണമെങ്കിൽ മാടായിക്കാവിലെ വിഗ്രഹം നോക്കിയാൽ ഭയന്നു പോകും നമുക്ക്. തിരുവിതാംകൂർ രാജവംശത്തിന്റെയും പരദേവത മാടായിക്കാവിലമ്മ തന്നെയാണ്. പക്ഷെ അമ്മ ഇരിക്കുന്നത് ആറ്റിങ്ങലിലാണ്. അവിടെ ശുദ്ധ വെജിറ്റേറിയൻ പൂജയാണ്. ഇവിടെ അകംപൂജ, കോഴി വെട്ടി തന്നെയാണ്. ഇന്നും പ്രസാദം കോഴി മഞ്ഞളും കുരുമുളകും ഇട്ടിട്ടാണ് തരിക. പയർ, വേവിച്ച പയർ, ഇതാണ് നമ്മുടെ പ്രസാദം. അവിടെ പിടാരൻ അത് വെട്ടിയ ആ ശുദ്ധി തന്നെ വേണം ശ്രീകോവിലിൽ കയറാൻ. അല്ലാതെ പോയി കുളിച്ചു വന്നിട്ടല്ല. അകംപൂജ എന്ന് പറയും. ഇന്ന് കേരളത്തിലെ മിക്ക രാഷ്ട്രീയക്കാരും പോയിട്ട് പാട് കിടക്കുന്ന സ്ഥലമാണ് ശത്രു സംഹാരത്തിൽ. കർണാടകത്തുനിന്ന് അനവധി പേര് വരുന്ന സ്ഥലമാണ്. അതിശക്തയാണ് അമ്മ.